അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസത്തെ നാം ഓരോരുത്തരും വരവേറ്റാനിരിക്കുകയാണ്. റമദാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നോമ്പാണെങ്കിലും ഈ മാസത്തിൻ്റെ യഥാർത്ഥ മനോഹരിത അത് ഖുർആൻ്റെ മാസം ഷഹറുൽ ഖുർആൻ ആണ് എന്നതിലാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ വചനങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിയ ഈ മാസവും ഖുർആനും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുത്ത് നബിയുടെ 40-ാമത്തെ വയസ്സ് മുതൽ 23 വർഷക്കാലത്തെ വിവിധ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമായി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹു ഇറക്കിക്കൊടുത്ത ദിവ്യ സന്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആൻ. തീർച്ചയായും ഇത് ലോകരക്ഷിതാവ് അവതരിപ്പിച്ചത് തന്നെയാകുന്നു. വിശ്വസ്ത ആത്മാവ് ജിബ്രീൽ അലൈഹിസ്സലാം അതും കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന നിന്റെ ഹൃദയത്തിൽ നീ താക്കീത് നൽകുന്നവരുടെ കൂട്ടത്തിലായിരിക്കുവാൻ വേണ്ടിയാത്ര ഇത്. സ്പഷ്ടമായ അറബി ഭാഷയിലാണ് അത് അവതരിപ്പിച്ചത്. ലൈലത്തുൽ ഖദർ എന്ന അനുഗ്രഹീത രാത്രിയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും നാം ഖുർആനിനെ ഒരു അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും നാം ഇതിനെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് ഖുർആനിൽ പറയപ്പെട്ടിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ റമദാനിലാണ്. ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളാണിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. അതുകൊണ്ട് നിങ്ങളിൽ ആര് ആ മാസത്തെ സന്നിഹിതരാണോ അവർ ആ മാസം വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത് റമദാനിൽ ആയതിനാൽ ഈ മാസം നോമ്പ് അനുഷ്ഠിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. റമദാനും ഖുർആനും തമ്മിലും റമദാനും നോമ്പും തമ്മിലും ഖുർആനും നോമ്പും തമ്മിലുള്ള ബന്ധം ഇവിടെ വ്യക്തമാണ്. എന്നാൽ റമദാൻ എന്നാൽ നോമ്പ് എന്നാണ് സമൂഹം കണക്കാക്കുന്നത്. ഖുർആനിലെ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല. മാസങ്ങളിൽ വെച്ച് റമദാനിനെ അള്ളാഹു പുകഴ്ത്തി പറയുന്നു. മഹത്തായ ഖുർആൻ അവതരിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത മാസമാണ് റമദാൻ എന്നാണ് കാരണം. ഈ പ്രത്യേകതയോടൊപ്പം നബിമാർക്ക് അള്ളാഹുവിൻ്റെ കിതാബുകൾ അവതരിക്കാറുണ്ടായിരുന്നത് റമദാനിൽ ആയിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹു വ്യക്തമാക്കിയതുപോലെ മനുഷ്യവർഗത്തിന് മാർഗദർശനം നൽകുവാനും സത്യവിവേചനം നൽകുവാനും വേണ്ടി അവതരിച്ചതാണല്ലോ വിശുദ്ധ ഖുർആൻ. ആ ദിവ്യഗ്രന്ഥം അവതരിച്ചത് ആ മാസത്തിലാണെന്ന നിലക്കും ഖുർആന്റെ അവതരണ സ്മരണ നിലനിർത്തുവാൻ ഉതകുന്നെന്ന നിലക്കും ആ മാസത്തെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മറ്റുള്ള ദൈവിക ഗ്രന്ഥങ്ങളുടെ അവതരണവും ഇതേ മാസത്തിൽ തന്നെ ആയിരുന്നുവെന്നും ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഖുർആൻ അവതരിച്ച മാസത്തിലാണ് നോമ്പ് നിയമിക്കപ്പെട്ടതെന്നിരിക്കുമ്പോൾ ആ മാസത്തിൽ ഖുർആൻ പാരായണത്തിനും പഠനത്തിനും കൂടുതൽ പരിഗണന നൽകപ്പെടേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ. ഇതിന് പിൻബലം നൽകുന്നുമുണ്ട്. എല്ലാ റമദാനിലും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഖുർആൻ പാഠം നോക്കാറുണ്ടായിരുന്നുവെന്നും അവസാനത്തെ റമദാനിൽ അങ്ങനെ 2 പ്രാവശ്യം സംഭവിക്കുകയുണ്ടായെന്നും ഹദീസിൽ വന്നിട്ടുള്ളതും പ്രസിദ്ധമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം റമദാനിലെ എല്ലാ രാവുകളിലും നബിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഖുർആൻ പാഠങ്ങളുടെ പരിശോധന നിർവഹിക്കുകയും ചെയ്യുമായിരുന്നു. ചുരുക്കത്തിൽ റമദാൻ ഖുർആനിൻ്റെ മാസമാണ്. റമദാനും ഖുർആനും തമ്മിലുള്ളത് നല്ലൊരു ബന്ധമാണ്. ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യപ്പെടുകയും ഏറെ ഓതാൻ ശ്രമിക്കുകയും പഠന വിധേയമാക്കപ്പെടുന്നതും റമദാൻ മാസത്തിലാണ്. ഖുർആൻ അതിതീവ്രമായ മാസമെന്ന നിലയിൽ ഖുർആനുമായ ഒരു പ്രത്യേക ബന്ധം വെച്ച് പുലർത്താൻ സലഫുകൾ മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്നു. ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിൽ മറ്റു മാസങ്ങളില്ലാത്ത പരിശ്രമം റമദാനിൽ അവർ കാണിച്ചിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റമദാൻ സമാഗതമായാൽ തൻ്റെ വിജ്ഞാന സദസ്സ് മാറ്റിവെച്ച് ഖുർആൻ പാരായണത്തിന് മുൻഗണന കൊടുക്കുമായിരുന്നു. മദീനയിലെ പ്രമുഖ പണ്ഡിതൻ സുലൈമാൻ റുഹൈലി പറഞ്ഞു, മുൻഗാമികൾ എങ്ങനെയാണ് ഒരു ദിവസത്തിൽ തന്നെ 5-6 ജുസ് ഖുർആൻ ഓതിയിരുന്നത് എന്ന് നാം പലപ്പോഴും അത്ഭുതം കാണാറുണ്ടായിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയ വന്നതോടെ ആ സംശയം മാറി. ഒരു കാര്യം ആളുകൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ അവർ എത്ര സമയം വേണമെങ്കിലും ആ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുമെന്ന് സോഷ്യൽ മീഡിയ തെളിയിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം വളരെ ദൈർഘ്യമുള്ളതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹു അബൂ സലമ ബിൻ അബ്ദുറഹിമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് അതിൻ്റെ നന്മയെയും ദൈർഘ്യത്തെയും കുറിച്ച് നീ ചോദിക്കേണ്ടതില്ല എന്നാണ്. നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിൻ്റെ ദൈർഘ്യമാണ് ഇത് അറിയിക്കുന്നത്. നബിയുടെ ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് സഹാബികളും മുൻകഴിഞ്ഞ മഹാന്മാരുമെല്ലാം റമദാനിൽ നമസ്കാരത്തിലും ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞ റമദാനിൽ ഖുർആനുമായി നല്ലൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കണം. അത് പാരായണം ചെയ്തുകൊണ്ടും മനഃപ്പാഠമാക്കിക്കൊണ്ടും
അർത്ഥവും ആശയവും തജ്വീദ് നിയമങ്ങളും പഠിച്ചുകൊണ്ടും അതുവഴി ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യമായ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനും അത് ജീവിതത്തിൽ നടപ്പാക്കുന്നതിനും നമ്മൾ പരിശ്രമിക്കുക. ഖുർആനെ അടുത്തറിയാനും ജീവിതത്തിൽ പകർത്താനും ലഭിച്ച സുവർണ അവസരങ്ങളാണ് ഈ റമദാൻ മാസം. കേവലം പാരായണത്തിൽ മാത്രം ഒതുക്കാതെ ഖുർആൻ്റെ അർത്ഥം ഗ്രഹിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് ഈ മാസത്തിൽ സാധിക്കാൻ കഴിയട്ടെ. നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശകരമായി നോമ്പും ഖുർആനും ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഖുർആനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ റമദാൻ ലക്ഷ്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.